ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്ര നേരം നമ്മൾ സംസാരിച്ചത് വേരിയബിൾസും ഇൻറ്റിജേഴ്സിനെ കുറിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഇൻറ്റിജർ വാല്യൂ ഒരു വേരിയബിളിനെ അസൈൻ ചെയ്തിട്ടായിരുന്നു ഇത്ര നേരം നമ്മൾ ചെയ്തുകൊണ്ടുണ്ടായിരുന്നത്. അപ്പം നമുക്കിനി വേരിയബിൾസും സ്ട്രിങ്സും വെച്ച് നോക്കാം. നമുക്ക് ഒരു വേരിയബിൾ നമുക്ക് ഒരു സ്ട്രിങ്ങിനെ അസൈൻ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ABC എന്ന് പറയുന്ന ഒരു പുതിയ വേരിയബിൾ ആക്കിയിട്ട്, അല്ലെങ്കിൽ വേണ്ട, നമുക്ക് വേറെ നോക്കാം. നെയിം എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആക്കാം. അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു നെയിം, ഒരു പ്രത്യേകതരം നമുക്ക് പേര് ഒരു നെയിം കണ്ടെയ്ൻ ചെയ്ത് നോക്കാം. തൽക്കാലത്തിന് എൻ്റെ പേര് തന്നെ നോക്കാം. ANANDES, ആനന്ദേശ്വർ. ഓക്കെ, നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ഒരു വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടെയ്നർ അല്ലേ, അപ്പോൾ എന്തും അതിൽ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് പ്രിൻറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. പ്രിൻറ്റ് നെയിം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നെയിം എന്ന് പറയുന്ന വേരിയബിളിനുള്ളിലെ ഒരു പെർട്ടിക്കുലർ സ്ട്രിങ് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കിട്ടി. ഓക്കെ, നമുക്ക് ഇനി വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. ഈ നെയിമിൻ്റെ കൂടെ നമുക്ക് വേറെ എന്തെങ്കിലും ചേർക്കാൻ പറ്റുമോ നോക്കാം. അപ്പോൾ മൈ നെയിം ഈസ്, നമുക്ക് ജസ്റ്റ് ഒന്ന് രണ്ടും കൂടി ഒരു 2 സ്ട്രിങ്സും കൂടി ആഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. നെയിം ആക്ച്വലി അങ്ങനെ ഒരു ചെറിയ സ്പേസ് വേണ്ട, ഞാൻ സ്പേസ് ഇട്ടെ. ഓക്കെ, നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് 2 സ്ട്രിങ്സും കൂടി നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി വേറൊരു രീതിയിൽ ആ പ്ലസ് ഇടാതെ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. മൈ നെയിം ഈസ്, നമുക്കെന്നാൽ ആ പ്ലസ് ഇല്ലാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പോൾ നേരത്തെ ഞാൻ കുറച്ച് റൂൾസിനെ കുറിച്ച് പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോസ്. അപ്പോൾ അത് ഇവിടെ ശ്രദ്ധിക്കണം. ഓക്കെ, പ്ലസ് ഇട്ടാൽ ഏതൊരു സാധനവും ഒന്ന് കൂട്ടിച്ചേരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പ്ലസ് ഇടുന്നില്ല. അപ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. അപ്പോൾ നമുക്ക് സിൻറ്റാക്സ് എറർ വന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്ലസ് ഇടാതെ നമുക്ക് 2 സ്ട്രിങ്സോ അല്ലെങ്കിൽ 2 ഒബ്ജക്ട്സും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. മിക്സ് ആക്കാനോ അല്ലാതെ അഡീഷനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ഓപ്പറേഷൻ നമുക്ക് ചെയ്യാനാവില്ല. അതുകൊണ്ടാണ് നമുക്ക് സിൻറ്റാക്സ് എറർ വന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഈ നെയിം എന്ന് പറയുന്ന വേരിയബിൾസിനെ കുറിച്ചിട്ട് നമുക്ക് കുറച്ചും കൂടി നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ സ്ട്രിങ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പം കോമ്പിനേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ആണ് എന്തെന്ന് ഒരു സ്ട്രിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ പറയുന്ന നെയിം എന്ന് പറയുന്ന വേരിയബിൾ ഒരു സ്ട്രിങ് ഉണ്ട്. അപ്പോൾ അത് കോമ്പിനേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് അല്ലേ. ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഒരു എ പറയുന്ന ഒരു ലെറ്റർ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ എൻ എന്ന് പറയുന്ന ഒരു എന്ന് പറയുന്ന ആ ലെറ്റർ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ നമുക്ക് ഒരു കോമ്പിനേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ ഓരോ ക്യാരക്ടറും നമുക്ക് സ്പെസിഫൈ ചെയ്ത് എടുക്കാൻ പറ്റണം. അപ്പോൾ നമ്മൾ അത് എങ്ങനെ എടുക്കും നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് നെയിം എന്ന് പറയുന്ന ഇത് എഴുതുക. അപ്പോൾ അതിൽ ഓരോ ക്യാരക്ടേഴ്സിനും നമുക്ക് എടുക്കണം. അപ്പം ഈ പൈത്തൺ ലാംഗ്വേജിൽ ഓരോ ക്യാരക്ടറിന് ഡിഫൈൻ ചെയ്യുന്നത് 0, 1, 2, 3 എന്ന് പറഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ഓരോ ഇൻഡെക്സ് ഉണ്ട്. അതിന് ഓരോ അതിൻ്റെ പേരിൻ്റെ അക്ഷരങ്ങൾ എടുക്കാൻ പറ്റി അതിന് ഓരോരോ ഇൻഡെക്സ് ഉണ്ട്. തൽക്കാലം ഇപ്പോൾ നമുക്ക് അതിന് എ ആണ് വേണ്ടതായിരിക്കും. ആ ഫസ്റ്റ് പേരായ എ ആണ് വേണ്ടതെന്ന് വിചാരിക്കുക. അതിന് വേണ്ടി നമുക്ക് ഫസ്റ്റ് ഇൻഡെക്സ് ഇടാം. അപ്പോൾ 0 എന്ന് പറയുന്നതായിരിക്കും ഫസ്റ്റ് ഇൻഡെക്സ്. സെക്കൻഡ് എന്താവും, എൻ എന്ന് പറയുന്നത് 1, അടുത്ത എ അതിൽ എ ഇല്ലേ അതെന്താവും നമുക്ക് 2 ആയിരിക്കും. അടുത്ത എൻ രണ്ടാമത്തെ എന്നില്ലേ അത് നമുക്ക് 3 ആയിട്ട് വരും. ഓക്കെ, നമുക്ക് ഈ ഒരു ബ്ലോക്ക് ഓഫ് കോഡ് നെയിം 2 ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 0 നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് എ ആയിരിക്കും പൊതുവെ, ഓഫ് കോഴ്സ്. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി, നമുക്ക് അതിൽ ഓരോ ക്യാരക്ടേഴ്സിനും എടുക്കാൻ പറ്റി മനസ്സിലായി. നമുക്ക് ഓരോരോ ക്യാരക്ടേഴ്സ് എടുത്ത് നോക്കാം. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്യാരക്ടർ ആ രണ്ടാമത്തെ എൻ എന്ന് പറയുന്ന രണ്ടാമത്തെ എന്നില്ലേ എ കഴിഞ്ഞിട്ടുള്ള എൻ, അത് നമുക്കൊന്ന് എടുക്കാൻ പറ്റുമോ നോക്കാം. ഓഫ് കോഴ്സ് അത് എടുക്കാൻ പറ്റുന്നത് നമുക്ക്. ഇനി അടുത്ത നമുക്ക് ഡി എടുക്കാൻ പറ്റുമോ നോക്കാം. അപ്പോൾ അത് എത്രാമത്തെ ഇൻഡെക്സ് ആണ്, ഫസ്റ്റ് എ, സെക്കൻഡ് അപ്പോൾ 0, 1, 2, 3 അല്ലേ. നമുക്ക് തേർഡ് 1 ആണെന്ന് തോന്നുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഓഹോ, അപ്പോൾ തേർഡ് അല്ല. ഓക്കെ, നമുക്കൊന്നും കൂടി നോക്കാം. 0, 1, 2, 3 ഫോർത്ത് 1 ആണ്. അതാണ് മിസ്റ്റേക്ക് വന്നത്. ഫോർത്ത് ഇൻഡെക്സ് ആണ്, സോറി മാറിപ്പോയി. ഓക്കെ, നമുക്ക് ഡി കിട്ടുമോ നോക്കി. ഓഫ് കോഴ്സ് നമുക്ക് ഡി കിട്ടി. അപ്പോൾ ചില കേസിൽ നമുക്ക് എന്ത് വേണം, നമുക്ക് ഈ ആനന്ദ് ഈശ്വർ എന്ന് പറയുന്ന ഈ ഒരു പേര് വേണ്ട, നമുക്ക് ആനന്ദ് മാത്രം വേണം. ഈ ഒരു പേരിൽ നിന്ന് ആനന്ദ് മാത്രം വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം,
നെയിം എന്ന് അടിക്കുക, എന്നിട്ട് ഒരു 2 ബ്രാക്കറ്റ് ഇടുക. ബ്രാക്കറ്റ് ഇട്ട ശേഷം അപ്പോൾ 0, അപ്പോൾ ആദ്യത്തെ ലെറ്റർ വേണം. ആ ഡി വരെയാണ് നമുക്ക് വേണ്ടത് അല്ലേ? അതിന് വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ ആ ഡി വരെ വേണ്ട ആ ഇൻഡെക്സ് നമ്മൾ ഇവിടെ കൊടുക്കുക. അപ്പോൾ അത്ര 4 എന്ന് പറഞ്ഞ് കൊടുക്കുക. നമുക്ക് സോറി, അവസാനത്തെ ഇൻഡെക്സ് നമ്മൾ ഔട്ടായി പോവും. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ അപ്പുറത്തെ ഡി വരെയാണ് വേണ്ടതെങ്കിൽ നമ്മൾ ഈൻ്റെ ഇൻഡെക്സ് ആയിരിക്കും കൊടുക്കേണ്ടത്. വെച്ചാൽ അവസാനത്തെ ഇൻഡെക്സ് ഔട്ടായി പോകും. അങ്ങനെയാണ് പൈത്തൻ്റെ കാൽക്കുലേഷനൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഡീൻ്റെ ഇൻഡെക്സ് എത്രയാണ്? 4 ആണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് എത്ര? ഈൻ്റെ ഇൻഡെക്സ് ആയിരിക്കണം. എന്നാൽ അവസാനത്ത് ഔട്ടായിട്ട് നമുക്ക് ഡി വരെ കിട്ടും. ഓക്കെ, അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നെയിം 0 to അങ്ങനെ വായിക്കുക. അപ്പോൾ ഇംഗ്ലീഷ് സാധാരണ ഇംഗ്ലീഷ് വായിക്കുന്ന പോലെ വായിച്ച് നമുക്ക് സിമ്പിൾ ആയില്ലേ? അപ്പം നെയിം A to ഡി വരെ കൊടുക്കണം നമുക്ക്. അപ്പം ഈ 5th ഇൻഡെക്സ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5th ഇൻഡെക്സ് ഔട്ടായി പോയിട്ട് നമുക്ക് ഡി വരെ കിട്ടും. ഓക്കെ, നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം എന്ത് സംഭവിക്കാമെന്ന്. ഓഫ് കോഴ്സ് നമുക്ക് ആനന്ദ് മാത്രം കിട്ടി.